A very good morning to you one and all. Today we are moved to next chapter, chapter 3, offer and acceptance. So what is mean by an offer or proposal? Section 2A of Indian Contract Act defines a proposal as when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 2A പ്രകാരം പ്രൊപ്പോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ് അറിയിക്കുകയാണ് ഒരു കാര്യം ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള വില്ലിങ്നെസ് അറിയിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. ആരാണോ പ്രൊപ്പോസൽ വയ്ക്കുന്നത് അദ്ദേഹത്തിനെ പ്രൊപ്പോസർ എന്നും അതല്ലെങ്കിൽ ഓഫറർ എന്നും പറയുന്നു. ആർക്ക് നേരെയാണോ അല്ലെങ്കിൽ ആരാണോ ആ ഓഫർ സ്വീകരിക്കുന്നത് അദ്ദേഹം ഓഫറി എന്ന് അറിയപ്പെടുന്നു. ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് ദി പ്രൊപ്പോസൽ, the person making the proposal is called the promiser and the person accepting the proposal is called promisee or acceptor. ഈ ഡെഫിനേഷനിൽ, ഈ ഓഫർ എന്ന് പറയുന്ന ഡെഫിനേഷനിൽ ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അവിടെ ഒരു വില്ലിങ്നെസ് എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതാകാം, ഒരു വെഹിക്കിൾ വാങ്ങിക്കുന്നതാകാം, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വില്ലിങ്നെസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെല്ലാം നമ്മൾ ആ കാര്യത്തിൽ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഇത് ഒരാൾ മറ്റൊരാളിലേക്കാണ് കൊടുക്കുന്നത്. മറ്റൊരാളുടെ സമ്മതമാണ് ഇതിൽ നോക്കിക്കാണുന്നത്. ഒരു ലീഗൽ റിലേഷൻഷിപ്പ് രണ്ടുപേരും തമ്മിൽ ക്രിയേറ്റഡ് ആകുന്നു. എക്സാമ്പിൾ പറയുന്നത്, ബി ഒരു മാരുതി കാർ സെയിൽ ചെയ്യാൻ പോവാണ്. ആർക്ക്? എക്ക്. എത്ര രൂപക്ക്? 2,25,000. ആൻഡ് ഓൺ ദ സെയിം വേ എ അഗ്രീസ് ടു പേ ബി for rupees 2,25,000. ബി ഓഫർ ചെയ്യുന്ന മാരുതി കാർ വെറുതെ അല്ല, മാരുതി കാർ ഓഫർ ചെയ്യുമ്പോൾ അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എമൗണ്ട് 2,25,000 ആണ്. അത് അയാൾക്ക് കൊടുക്കാൻ ആരും തയ്യാറാണ്? എ തയ്യാറാണ്. ബി ഈസ് കാൾഡ് ദ ഓഫറർ ഓർ പ്രോമിസർ ആൻഡ് എ ഈസ് ദി ഓഫറി ഓർ പ്രോമിസി. നെക്സ്റ്റ്, ഹൗ an offer is made. An offer can be made by any act which has the effect of communication it to another person. Section 9 of the Act states, insofar as the proposal or acceptance of any promise is made in words, the promise is said to be express. ഓഫർ എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓഫർ വെക്കുന്നതിന് മെയിനായിട്ട് 4 തരത്തിലാണ് വെക്കുന്നത് ഓഫർ. എക്സ്പ്രസ് ഓഫർ, ഇംപ്ലൈഡ് ഓഫർ, സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ. എക്സ്പ്രസ് ഓഫർ നമ്മൾ ചെയ്യുന്നത് സ്പോക്കൺ വേർഡ്സ് വഴിയോ റിട്ടൺ വേർഡ്സ് വഴിയോ ആണ് നമ്മൾ ഓഫർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുകയാണ്, 10,000 ടു എനി വൺ ഹു ട്രേസ് മൈ മിസ്സിംഗ് സൺ. എൻ്റെ കാണാതായി പോയിട്ടുള്ള മകനെ കണ്ടുപിടിക്കുന്ന ആർക്കും 10,000 രൂപ ഞാൻ നൽകുന്നതാണ് എന്നുള്ളത് അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നു. അതാണ് എക്സ്പ്രസ് ഓഫർ ഇൻ റിട്ടൺ വേർഡ്സ്. ദെൻ implied offer. Implied offer means offer arises from the conduct of the person or the circumstances of the particular case. ഒരാളുടെ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് എന്ത് വരുന്നത്, ഇംപ്ലൈഡ് ഓഫർ വരുന്നത്. ചില പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സിൽ നമ്മൾ കയറിയിരുന്നു. ചിലപ്പോൾ കുന്നംകുളം ടു തൃശ്ശൂർ പോകുന്ന ഒരു വെഹിക്കിൾ ആയിക്കോട്ടെ. അപ്പോൾ അവിടേക്ക് എത്രയാണോ അതിൻ്റെ പാസഞ്ചേഴ്സിന് കൊടുക്കേണ്ട ഫെയർ, അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് എന്താ പറയുക, ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഓഫർ സ്പെസിഫിക് ഓഫറും ഉണ്ട്, ജനറൽ ഓഫറും ഉണ്ട്. സ്പെസിഫിക് ഓഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് പേഴ്സൺ ഓർ ദ ക്ലാസ് ഓഫ് പേഴ്സൺസ്, ഇറ്റ് ഈസ് കാൾഡ് സ്പെസിഫിക് ഓഫർ. ഒരു ഓഫർ ഒരു സെർട്ടൈൻ പേഴ്സണിനോ അതല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണോ മാത്രം വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എ പറഞ്ഞ ഒരു വ്യക്തി ബിക്ക് ഒരു സ്കൂട്ടർ ഓഫർ ചെയ്യാണ് 50,000 റുപ്പീസിന് വേണ്ടിയിട്ട്. അതെന്താണ്? സ്പെസിഫിക് ഓഫറാണ്. അത് അദ്ദേഹം മാത്രമേ എന്ത് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ വേറൊരാൾക്ക് ഇപ്പോൾ ആ ഒരു സ്കൂട്ടറിന് സിക്കും ആ ഒരു സ്കൂട്ടറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. എ ആ സ്കൂട്ടർ മേടിക്കാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ബീനെയാണ്.
ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ഈസ് മെയ്ഡ് അറ്റ് എ വേൾഡ് അറ്റ് ലാർജ്. ഇറ്റ് ഈസ് കാൾഡ് ജനറൽ ഓഫർ. ജനറൽ ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ബൈ എനി പേഴ്സൺ ഹാവിങ് നോട്ടീസ് ഓഫ് ദി ഓഫർ. ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ജോബ് വേക്കൻസി കണ്ടിട്ടുണ്ട് ന്യൂസ് പേപ്പറിലെങ്കിൽ അത് കാണുന്ന ആർക്കും ആ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ദി ജനറൽ ഓഫർ. ദോസ് ദ പേഴ്സൺസ്, അതിൽ ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു വ്യക്തിക്കും ഗ്രൂപ്പ് ഓഫ് പേഴ്സണിന് ആ ഒരു ഓഫർ സ്വീകരിക്കാം. നെക്സ്റ്റ്, എസെൻഷ്യൽ ആൻഡ് ലീഗൽ rules for a valid offer. First one, legal relationship is required. A proposal will not become a promise even after it has been accepted unless it was made with a view to create legal obligation, because it is not so intended. So an offer to perform social or moral act without any intention of creating legal relation will not be a valid offer. നമ്മളൊരു ഓഫർ വെക്കുമ്പോൾ നമുക്ക് ആ പാർട്ടീസിന് തമ്മിലുള്ള ആളുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അത്യാവശ്യമാണ്. ഒരു സോഷ്യൽ ഇൻവിറ്റേഷൻ നമ്മൾ കൊടുത്തു, അത് ആക്സെപ്റ്റ് ചെയ്തു, അവിടെ എന്ത് വരുന്നില്ല, ഒരു ലീഗൽ റിലേഷൻ വരുന്നില്ല, കാരണം അതിനൊരു ഇൻറ്റൻഷൻ ഇല്ല. അപ്പോൾ സോഷ്യലായിട്ടുള്ളതോ മോറൽ ആക്ടോ വിത്തൗട്ട് എനി ഇൻറ്റൻഷനായിട്ട് ലീഗൽ റിലേഷൻസ് ഇല്ലാത്ത സോഷ്യൽ ഓർ മോറൽ ഓഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കുകയില്ല. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ ബാൽഫർ ആൻഡ് മിസ്സിസ് ബാൽഫർ, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിന് വേറെ ഒരു സ്ഥലത്താണ് ജോലി. അപ്പോൾ എല്ലാ മന്ത്സും അയാൾ യൂറോസ് അയച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ ഒരു മാസം അയാൾക്ക് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭാര്യ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ കേസിന് പോവുകയില്ല. ഓക്കെ, സോ അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതൊരു ഫോർമൽ റിലേഷൻ, ബട്ട് ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു അൺനോൺ പേഴ്സൺസ് ആണ് ഉണ്ടാവുക. അവിടെ അവർ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിലാണ് അവിടെ പ്രോബ്ലംസ് അറൈസ് ചെയ്യുക. ടേംസ് ഓഫ് ദ കണ്ടീഷൻ ഓഫർ മസ്റ്റ് ബി സെർട്ടൈൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വാഗ്. ഓഫർ വയ്ക്കുമ്പോൾ നമ്മുടെ ഓഫറിൽ നമ്മൾ പറയുന്ന കാര്യം ഡെഫിനിറ്റ് ആയിരിക്കണം, സെർട്ടൈൻ ഷുവർട്ടി ഉണ്ടായിരിക്കണം. ദെൻ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് കനോട്ട് ക്രിയേറ്റ് എനി കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. ബി പറയാണ് എയുടെ അടുത്ത്, ഐ വിൽ സെൽ യു എ കാർ ബട്ട് ബി ഓൺസ് 3 കാർ, ദ ഓഫർ ഈസ് നോട്ട് ഡെഫിനിറ്റ്. ബി എയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു കാർ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ബിക്ക് ഓൾറെഡി 3 തരത്തിൽ 3 പ്രൈസ് വരുന്ന 3 കാറുണ്ട്. ഒരു മാരുതി സ്വിഫ്റ്റ്, ദെൻ ഒരു ഇന്നോവ കാർ, ദെൻ സ്വിഫ്റ്റ് ഡിസയർ. സോ വിച്ച് കാർ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തില്ല, ഡെഫിനിറ്റ് ആയില്ല ആ ഓഫർ. ദെൻ സെക്കൻഡ് ഒരു എക്സാമ്പിൾ പറയുന്നത്, എ പർച്ചേസ്ഡ് എ ഹോഴ്സ് ഫ്രം ബി ആൻഡ് പ്രോമിസ് ടു ബൈ അനദർ. If the horse was lucky to him, A refused to buy the second horse and B could not enforce the agreement as it was held that such a promise was too loose and vague. A പറയാണ് ബിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു ഹോസിനെ വാങ്ങിയല്ലോ, ഈ ഹോസ് എനിക്ക് ലക്കി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വേറൊരു ഹോസ് കൂടി വാങ്ങിക്കാം. പക്ഷേ എ പിന്നീട് ഒരു സെക്കൻഡ് ഹോസിനെ ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. പക്ഷേ ബിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ട് രണ്ടാമതൊരു ഹോസ് എൻ്റെ അടുത്ത് വാങ്ങിയില്ല, എൻ്റെ ഫസ്റ്റ് ഹോസ് ലക്കിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഈ ഒരു എഗ്രിമെൻറ്റ് വളരെ ലൂസ് ആൻഡ് വാഗ് ആണ്, യാതൊരു വാലിഡിറ്റിയും ഇല്ല. നെക്സ്റ്റ് പോയിന്റ്, the offer must be communicated to the offeree. An offer must be communicated to the person to whom it is made. An offer is complete only when it is communicated to the offeree. One can accept the offer only when he knows about it. Until the offer is known to the offeree, there can be no acceptance and no contract. ഓഫർ എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ ഓഫറിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലാത്ത ഒരു ഓഫറിനും എന്തില്ല, വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരാളുടെ അടുത്ത് ഒരു കാര്യം നമ്മൾ പറഞ്ഞതിന് ശേഷം അയാൾ അത് പെർഫോം ചെയ്യുന്നതുകൊണ്ടേ കാര്യമുള്ളൂ. ഓഫർ എപ്പോഴും എന്ത് ചെയ്യണം, ഓഫറിയുടെ അടുത്ത് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അനദർ പോയിന്റ്, ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദി അതർ.
Offers are made with a view to obtain the assent of other party address and not merely with a view of disclosing the intention of making an offer. For example, an advertised the newspaper in the sale of office furniture on a particular day at a particular place. It was the intention to buy furniture, travelled a long distance to bid for the things. H. On arrival, he found that the sale was cancelled. He sued for breach of contract. It was held that H cannot file a suit against N for his loss of time and expense because the advertisement was merely a declaration of intention to hold auction and not an offer to sell. See, ഇപ്പോൾ ഓഫർ എപ്പോഴും നമ്മൾ വെക്കുന്നത് മറ്റൊരു പാർട്ടിക്ക് അതിനോട് താല്പര്യമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ്. ഒബ്റ്റെയിനിങ് ദ അജൻഡ ഓഫ് ദി അതർ. ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു പാർട്ടിയുടെ സമ്മതമാണ് നമ്മൾ സീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഒരാളുടെ ഓഫീസ് ഫർണിച്ചർ ഒരു പർട്ടിക്കുലർ ഡേയിൽ സെയിൽ ചെയ്യാണ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസിന് അദ്ദേഹം അഡ്വർടൈസ് ചെയ്തു. എച്ച് അത്രയും ലോങ് ഡിസ്റ്റൻസ് പോയി അയാൾക്കത് കിട്ടിയിട്ടില്ല. പക്ഷേ ആ ക്യാൻസൽ ചെയ്തു. അതിനെതിരായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എച്ചിന് എന്നിനെതിരെ ഒരിക്കലും ഒരു സ്യൂവിന് പോകാൻ പറ്റില്ല. കാരണം ഒരു ഓഫർ എന്ന് പറയുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കലാണ്, അല്ലാതെ അന്ന് തന്നെ ആ ഒരു സെയിൽ നടത്തുന്നതല്ല. ഓഫർ മേ ബി കണ്ടീഷണൽ. ഓഫറിൽ നമുക്ക് കണ്ടീഷൻസ് ഉണ്ടാകും. ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺലി സബ്ജക്റ്റ് ടു ദാറ്റ് കണ്ടീഷൻ. ആ കണ്ടീഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആയിട്ട് പോകും. ലാപ്സ് ആവുക പറഞ്ഞാൽ ക്യാൻസൽ ആയിട്ട് പോകും. സെർട്ടൈൻ കണ്ടീഷൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ ട്രാൻസാക്ഷൻ ലൈക്ക് പർച്ചേസ് ഓഫ് എ ടിക്കറ്റ് ഫോർ എ ജേർണി ഓർ ഡെപ്പോസിറ്റ് ഓഫ് എ ലഗേജ് ഇൻ എ ക്ലോക്ക് റൂം. Wherever on the face of the ticket the words for condition to see back are printed, the person concerned it as a matter of law held to be bound by the condition whether he read it or not. A case on this point is Thompson v. Ellam and S. Railway. See, ഇപ്പോൾ ഓഫറിൽ ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടിക്കറ്റിൽ നമ്മൾ ഇപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ടിക്കറ്റിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ഫോർ കണ്ടീഷൻ സി ബാക്ക് എന്ന്. ഒരു കേസ് നടന്നു. ഒരു ടി പറഞ്ഞ ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സണാണ്. അദ്ദേഹം ഒരു റെയിൽവേ ടിക്കറ്റ് എടുത്തു. കണ്ടീഷൻസ് സി ബാക്ക് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റിൽ. അതിലത്തെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു വെച്ചാൽ, റെയിൽവേ കമ്പനി പാസഞ്ചേഴ്സിൻ്റെ പേഴ്സണൽ ഇഞ്ചുറീസിന് ലയബിൾ അല്ല എന്നുള്ളതാണ്. ടി എന്തായി, റെയിൽവേ ആക്സിഡൻറ്റ് ഉണ്ടായി, സ്യൂ ചെയ്തു. സ്യൂ പറഞ്ഞാൽ കേസിന് പോയി ഡാമേജസിന് പരിഹാരം കിട്ടാവുന്നതിന് വേണ്ടി. പക്ഷേ ടിക്ക് റെയിൽവേ കമ്പനി കൊടുത്തിട്ടില്ല. കാരണം റെയിൽവേ കമ്പനീൻ്റെ ടിക്കറ്റിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ദേ വർ നോട്ട് ലയബിൾ ഫോർ ദി പേഴ്സണൽ ഇഞ്ചുറി ഫോർ ദി പാസഞ്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം the non-compliance of which may be assumed to amount to acceptance. While making the offer, one cannot say that the offer is not accepted before a certain date. It will be presumed to have been accepted. For example, B letter എഴുതി എക്ക്, I will sell you my Bajaj scooter for 23,000. If you do not reply, I shall assume you have accepted the offer. There will be no contract if A does not reply. ഓഫർ ഒരിക്കലും എന്തില്ല, മറ്റൊരാൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ ആവും എന്ന് കരുതും, അല്ലെങ്കിൽ ഇങ്ങനെ ആവും, മൗനം സമ്മതമാണ്, അങ്ങനത്തെ യാതൊന്നുമില്ല. ഓഫർ അത് കറക്റ്റായിട്ട് ഓഫർ ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റർ അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമായിട്ടിരിക്കണം. അതല്ലാതെ ഒരു ഓഫർ വെച്ചു, എൻ്റെ സ്കൂട്ടർ 23,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ റിപ്ലൈ അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ കരുതും നിങ്ങൾ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതൊരിക്കലും എന്തല്ല, ദർ വിൽ ബി നോ കോൺട്രാക്ട് ഇഫ് എ ഡസ് നോട്ട് റിപ്ലൈ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഒരു ഇൻവിറ്റേഷന് നമ്മൾ ഒരിക്കലും എന്തില്ല, ഒരു ഓഫറായിട്ട് കണക്കാക്കുന്നില്ല. ഓഫറിലേക്കുള്ള ഇൻവിറ്റേഷൻ ഒരിക്കലും ഒരു ഓഫറല്ല. ഫോർ എക്സാമ്പിൾ, ഷോപ്പ് കീപ്പർ പ്രൈസ് ടാഗ്സ് വെച്ചിട്ട് ഒരുപാട് ഗുഡ്സ് അദ്ദേഹം എന്ത് വെക്കുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു ഓഫറല്ല. അതെന്താണ്, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാണ് ഫോർ ടു ബൈ ദ ഗുഡ്സ് അറ്റ് ദി മാർക്കറ്റ് പ്രൈസ്. ലൈക്ക്വൈസ്, കൊട്ടേഷൻ, കാറ്റലോഗ്, അഡ്വർടൈസ്മെൻറ്റ് ഇൻ ന്യൂസ് പേപ്പർ ഫോർ സെയിൽ ഓഫ് എൻ ആർട്ടിക്കിൾ
or circulars sent to potential customers, etc. are not offers but an invitation to the public to make an offer. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഓഫർ സ്വീകരിക്കുന്നതിന് വേണ്ടി. സോ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറിന് ഒരിക്കലും ഒരു ഓഫറായിട്ട് കണക്കാക്കരുത്. സോ വാട്ട് ആർ ദി എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ? ഒരു ലീഗൽ റിലേഷൻഷിപ്പ് രണ്ട് പാർട്ടീസ് തമ്മിൽ വേണം. ഓഫർ കറക്റ്റായിട്ട് സെർട്ടൈൻ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, ആൻഡ് നോട്ട് വാഗ്, ഒന്നുമില്ലാത്തൊരു ലൂസായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവരുത്. ദെൻ എന്താണ് നിങ്ങൾ മനസ്സിൽ കരുതുന്നത്, വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ നിങ്ങൾ ഓഫർ ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറേ. കറക്റ്റായിട്ട് അത് മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ഓഫറിൽ നമ്മൾ എന്താണ് നോക്കിക്കാണുന്നത്, മറ്റൊരാൾക്ക് ഈ ഒരു ഓഫർ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസെൻഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ദെൻ ഓഫർ മേ ബി കണ്ടീഷണൽ. ചില ഓഫേഴ്സിൻ്റെ കൂടെ ചില കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻ ലാപ്സ് ആയിട്ടുണ്ടെങ്കിൽ ഓഫറും ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആവും. Then offer should not contain a term of the non-compliance of which may be assumed to amount of acceptance. ഒരാൾ ഒരു പെർഫോമൻസ് ചെയ്യാത്ത, ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു പെർഫോമൻസ് ഇല്ലാത്തതിൻ്റെ പുറത്ത് അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കണക്കാക്കൽ ഓഫറിൽ ഇല്ല. Then an invitation to offer is not an offer. This is all about today's class.